ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഓസി. അപ്പോൾ ഞാൻ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ലെമൂർ ബീച്ചിലേക്കാണ് പോകുന്നത്. തമിഴ്നാട്ടിലുള്ള ലെമൂർ ബീച്ചിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ മുമ്പ് ഇവിടെ ഒരു തവണ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഷോർട്ട് വീഡിയോ നോക്കി അറിയാൻ പറ്റും. മുമ്പ് ഒരു തവണ ഞാൻ ഇവിടെ പോയിട്ടുണ്ടെങ്കിലും വഴി എനിക്കൊരു പ്രശ്നമാണ്. വഴി ഒരു പ്രശ്നമാണെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ കുറച്ച് അകത്തേക്കാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് വഴി ഒരു പ്രശ്നമാണെന്ന്. പക്ഷേ പേടിക്കേണ്ട, ഗൂഗിൾ മാപ്പ് നോക്കി നമുക്ക് പോകാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാനും ഈ തവണ മാപ്പ് നോക്കിയാണ് വരണത്. മാപ്പ് നോക്കിയൊക്കെ കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പം കുറച്ച് ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. പോകുന്ന വഴിക്കൊരു കുളം കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ തന്നെ. ഈ കുളം കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പയ്യന്മാരെല്ലാം കൂടെ ക്ലാസ് കട്ട് ചെയ്തിട്ട് കുളത്തിൽ കുളിക്കാൻ പോകുമായിരുന്നു. ഇതേപോലെയുള്ള കുളങ്ങളിലൊക്കെ കുളിക്കാൻ പോകുമായിരുന്നു. അതൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ് വിഷയത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. അപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ബീച്ച് എത്താറായെന്നാണ് തോന്നുന്നത്. ഏകദേശം എത്താറായിട്ടുണ്ട് ബീച്ച്. അന്ന് വന്നപ്പോഴും ഈ വഴിയാണ് വന്നത്. പക്ഷേ പെട്ടെന്ന് വരാൻ നോക്കിയപ്പോൾ വഴി മനസ്സിലായില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഞാനും വരുന്നതെന്ന്. 2 പ്രാവശ്യമൊക്കെ വന്നാലേ എനിക്കും വഴി കറക്റ്റായിട്ട് പിടികിട്ടത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, വഴി എനിക്കൊരു വിഷയമാണെന്ന്. ചിലവർക്ക് പെട്ടെന്ന് തന്നെ വരുമ്പോൾ വഴി മനസ്സിലാവും. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. 2 പ്രാവശ്യമൊക്കെ വന്നാലേ എനിക്ക് വഴി ഒന്ന് പിടുത്തം കിട്ടത്തുള്ളൂ. വന്ന പാടെ കാണുമ്പം ഇവിടെ എൻട്രൻസ് ഉണ്ട്. എൻട്രൻസ് ഫീസ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഫീസുണ്ട്, പാർക്കിംഗ് ഫീ. അതായത് കാറിന് വന്നിട്ട് 25, ബൈക്കിന് വന്നിട്ട് 5, അങ്ങനെയാണ് ഫീസ് വരുന്നത്. പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കൊള്ളാം. തെങ്ങുംതോപ്പിൻ്റെ അകത്തേക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ കൊള്ളാം. പിന്നെ ഇവിടുത്തെ ബീച്ചിനെ തമിഴ്നാട്ടിലെ തായ്ലാൻഡ് ബീച്ച് എന്ന് പറയപ്പെടുന്നവർ ഉണ്ട്. അങ്ങനെ പറയാൻ കാരണം എന്തായിരിക്കും? ചിലപ്പോൾ തായ്ലാൻഡിലെ ബീച്ചും ചിലപ്പോൾ ഇതേപോലെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്കിനി അടുത്ത കാഴ്ചകൾ. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങിയവിടെ കണ്ടത് ഒരു തെങ്ങുംതോപ്പാണ്. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ തെങ്ങുംതോപ്പ്. പണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ കണ്ട് അതേപോലത്തെ ഒരു പച്ചപ്പൊക്കെ നിറഞ്ഞൊരു തെങ്ങുംതോപ്പ് അല്ലേ. അവിടെ ചെറുതായിട്ട് വെള്ളങ്ങൾ കാണാം, ചാല് വെട്ടിയിട്ട്. അത് ഞാൻ ചോദിച്ചപ്പോൾ, അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ തൊണ്ട് അഴിവാൻ ഇടുന്നതാണ്, കയറുണ്ടാക്കാൻ വേണ്ടി തൊണ്ട് വെള്ളത്തിൽ ഇടുന്നതാണ്, അതിന് വേണ്ടിയുള്ളതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങോട്ട് പോയിട്ട് സ്മെല്ലൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷേ ഈ കാഴ്ച കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. വളരെ ഭംഗിയുള്ളൊരു തെങ്ങുംതോപ്പ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ തെങ്ങുംതോപ്പ് തന്നെയാണെന്ന് തോന്നുന്നു ഹൈലൈറ്റ്. ബീച്ചിലോട്ട് കയറിയിട്ട് നോക്കാമല്ലേ അവിടെ എന്താണ് കാണാൻ ഭംഗിയെന്ന്. പക്ഷെ ഇവിടെ നോക്കുമ്പം നല്ലൊരു പച്ചപ്പും ഒരു തെങ്ങും, അതൊക്കെ തന്നെയാണ് ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നുന്നത്. പോകുന്ന വഴിക്ക് കുറച്ച് പൂവ്, അതൊക്കെ തന്നെയാണ് ഹൈലൈറ്റ്. പിന്നെ ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്യണത് ഇവിടെയാണ്, കാറ് പാർക്ക് ചെയ്യുന്ന ആ സൈഡിലുമാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെയാണ് ബൈക്ക് പാർക്ക് ചെയ്യുന്നത്. ബൈക്കിന് വന്നിട്ട് 5 രൂപയുള്ളൂ, കാറിന് വന്നിട്ട് 25 രൂപയുണ്ട്. ഇതാണ് മെയിൻ എൻട്രൻസ് വന്നിട്ട് അവിടെ ക്ലോസ് ചെയ്തേക്കാണ് ഗേറ്റ്. റൈറ്റ് സൈഡിലുള്ളൊരു ചെറിയൊരു ഗേറ്റിൻ്റെ സൈഡിൽ കൂടെയാണ് നമുക്ക് അകത്തേക്ക് പോകാനുള്ളത്. ചെന്നപാടെ കാണുമ്പോൾ അവിടെ ഒരു ക്ഷേത്രമാണ് കാണുന്നത്. റൈറ്റ് സൈഡിലായിട്ടൊരു ക്ഷേത്രം കാണാം. ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയാണ് നമുക്ക് ബീച്ചിലേക്ക് കടക്കാനുള്ളത്. ഇവിടെ അങ്ങനെ എൻട്രൻസ് ഫീസൊന്നുമില്ല അകത്തേക്ക് കയറാൻ. നമുക്ക് നേരെ കയറാവുന്നതാണ്. നേരെ കയറി സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ നേരെ കാണുന്നത് ബീച്ചാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നീല കളറിലെ കടൽ തന്നെയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ തെങ്ങുംതോപ്പിനേക്കാളും എനിക്ക് നല്ല ഹൈലൈറ്റായിട്ട് തോന്നുന്നത് ഈ നല്ല നീല കളറിലുള്ള കടൽ തന്നെയാണ്. പിന്നെ അധികം തിരക്ക് കുറവായതുകൊണ്ട് നല്ല വൃത്തിയുണ്ട്. പൊതുവേ തിരക്ക് കുറവാണെന്ന് തോന്നുന്നു. അധികം അങ്ങനെ ആർക്കും അറിയത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, കുറച്ച് ഉള്ളിലേക്ക് ആയതുകൊണ്ട് തന്നെ. പിന്നെ ഈ ലെമൂർ ബീച്ചിന് വേറൊരു പേരും കൂടെ ഉണ്ട്, 1000 കാൽ പൊയ്മുഖം എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ ലെമൂർ എന്ന് പറയുന്നത് ഒരു ജീവിയുടെ പേരാണ്. ഈ ജീവി ഇന്ത്യയിലും മഡഗാസ്കറിലും ധാരാളമായി കണ്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ലെമൂർ എന്ന ബീച്ചിന് പേര് കിട്ടാനുള്ള കാരണം അത് ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ചരിത്രമൊന്നും പറഞ്ഞ് കുളമാക്കണില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണം.
അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ബൈ.